എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ അത്യുഗ്രൻ ആയിട്ടുള്ള ആ ഒരു പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ അപ്പുവും അതുപോലെ തന്നെ പൂജയിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പൊ പൂജയാണെങ്കിൽ തനിക്ക് പറ്റിയ തെറ്റുകളൊക്കെ അപ്പുവിനോട് ഏറ്റു പറയാണ്. അപ്പൂട്ടൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ എത്ര തവണ അപ്പൂട്ടനെ അവോയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പൂട്ട അതൊന്നും മനസ്സിൽ വിചാരിക്കരുത്. അപ്പു ആണെങ്കിൽ ഈ സമയത്ത് കറക്റ്റായിട്ട് തന്നെ അവൻ ആ മനസ്സിൽ കരുതിയിരുന്ന അവൻ്റെ ആ ഒരു നഷ്ടപ്രണയം അത് നമ്മുടെ പൂജയുടെ അടുത്ത് തുറന്നു പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പൂജയാണെങ്കിൽ അവനെ സ്വീകരിക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ പൂജ പറഞ്ഞു, അപ്പൂട്ടൻ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണല്ലേ നടക്കുന്നത്. അപ്പൂട്ടൻ എങ്ങനെ എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ അവനോട് ക്ലോസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അപ്പു പറഞ്ഞു, പൂജ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഒരു പെങ്കൊച്ചു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അത് നീയാണ്. എന്തായാലും ഇനി പങ്കജ് നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ, നിനക്ക് സത്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നീ ഇനി എൻ്റേത് മാത്രമായിരിക്കും, ഞാൻ അത്രയധികം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജയോട് വളരെ റൊമാൻറ്റിക് ആയിട്ട് അപ്പു സംസാരിക്കുകയാണ്. പൂജയാണെങ്കിലോ ഇനിയിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, തൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു വ്യക്തി തന്നെയാണ് അപ്പു എന്ന് വിചാരിച്ചിട്ട് അപ്പുവിനെ സ്വീകരിക്കാൻ തയ്യാറാകുക. അങ്ങനെ അപ്പുവിനോട് ചേർന്ന് അപ്പുവിനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ പൂജ നിൽക്കുമ്പോഴത്തേക്കിനും ഇതൊക്കെ നമ്മുടെ പങ്കജ് അറിയുന്നുണ്ടോ ആവോ. അങ്ങനെ ആ ഒരു സീൻ കഴിയാട്ടോ. അതിനുശേഷമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ സച്ചിന് വേണ്ടിയിട്ട് പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം സച്ചിൻ പറഞ്ഞു, അച്ഛമ്മ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ ഇതാ എൻ്റെ ശീതള് വളരെ ഭംഗിയായിട്ട് നടത്തിക്കോളും, അതുകൊണ്ട് അച്ഛമ്മ വേണമെങ്കിലൊന്ന് ശ്രീനിലയത്തിലൊക്കെ പോയിട്ട് പോര്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സരസ്വതി അമ്മയ്ക്ക് നല്ല ആശ്വാസമായി. എന്തൊക്കെ വന്നാലും എത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും തൻ്റെ ശീതള മോളിന് ഇതാ ഇപ്പോൾ നല്ലൊരു ജീവിതം കിട്ടി. സച്ചിനാണെങ്കിലും പഴയ ആ ഒരു സ്വഭാവമൊക്കെ മാറി നല്ലവനാകാൻ തുടങ്ങുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛമ്മയ്ക്ക് 100 വട്ടം സമ്മതം. എന്നാ ശീതളെ അച്ഛമ്മ ശ്രീനിലയത്തിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ ശീതളിൻ്റെ അടുത്ത് സംസാരിച്ചു. അവളോട് അനുവാദമൊക്കെ വാങ്ങിച്ചു. അച്ഛമ്മ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറയണം കേട്ടോ, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും. എന്തായാലും ഞാൻ ആ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയെങ്കിലും ഇപ്പം എൻ്റെ സച്ചിനെ എനിക്ക് നല്ല രീതിയിൽ തന്നെ തിരിച്ചു കിട്ടിയല്ലോ. ഞാൻ ഒരുപക്ഷെ ആലോചിച്ചായിരുന്നു, ഞാൻ വന്നിട്ടും സച്ചിൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ തന്നെ കിടന്ന് ഇങ്ങനെ അനുഭവിച്ച് തീരുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. അതോടൊപ്പം തന്നെ എൻ്റെ അമ്മയുടെയും പ്രാർത്ഥനയുണ്ട്. എൻ്റെ അമ്മ ഇല്ലെങ്കിൽ എനിക്കിതൊന്നും സാധിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് ശീതൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അച്ഛമ്മ പറഞ്ഞു, മോളെ ഈ സന്തോഷം ഞാൻ എന്തായാലും സുമിത്രയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയാണ്. അപ്പൊ രഞ്ജിതയും അരവിന്ദനും കൂടി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിന്നല്ലോ. അപ്പൊ ഇവരാലോചിച്ചിട്ട് അവർക്ക് ഒരേ ഒരു മാർഗ്ഗം കിട്ടിയുള്ളൂ, എത്രയും പെട്ടെന്ന് തന്നെ സ്വത്തുക്കളൊക്കെ തൻ്റെ പേരിലേക്ക് മാറ്റി എഴുതണം. അത് എത്രയും പെട്ടെന്ന് സാധിക്കാവോ അത്രയും വേഗത്തിൽ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ച് രഞ്ജിത വക്കീലിനെ കാണാൻ അങ്ങ് പുറപ്പെടുകയാണ്. അപ്പൊ അരവിന്ദനാണെങ്കിൽ, രഞ്ജു ഞാനും വരാൻ തൻ്റെ കൂടെ എന്ന് പറഞ്ഞ് രഞ്ജുവിന് എസ്കോട്ടായിട്ട് നമ്മുടെ അരവിന്ദനും കൂടി പോവുക. എന്തായാലും ഉള്ള ഒരു കണ്ണിലുണ്ണി ആയിട്ടുള്ള മകനെ ആണെങ്കിൽ അടിച്ചിറക്കി വിടുകയും ചെയ്തല്ലോ. അപ്പൊ രഞ്ജിതയ്ക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട്. ഇത്രയും കാലവും സുഖിച്ച് ജീവിച്ചതാണല്ലോ, അതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കല്ല സഹിക്കാൻ പറ്റുന്നത്. അങ്ങനെ നമ്മുടെ രഞ്ജിതയാണെങ്കിൽ സുദേവൻ വക്കീലിന്റെ അടുത്ത് ചെന്നു. വക്കീലിനോട് പറഞ്ഞു, വക്കീലെ സകല കാര്യങ്ങളും പൊളിഞ്ഞു. പൂജ ഇവനെ വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷേ ആ തീരുമാനത്തിൽ നിന്നുമൊക്കെ പൂജ ഇപ്പൊ പിന്മാറിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? സുമിത്രയാണെങ്കിൽ ഈ അവസരം അങ്ങ് മുതലാക്കുകയും ചെയ്യുമെന്നും പറഞ്ഞ് നമ്മുടെ രഞ്ജിത ഇങ്ങനെ വക്കീലിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. വക്കീലാണെങ്കിലോ ഇവരോട് അത്യാവശ്യം കൂറും നീതിയൊക്കെ പുലർത്തുന്ന ഒരു വക്കീലാണല്ലോ, പൈസയാണല്ലോ മുഖ്യം. അതുകൊണ്ട് തന്നെ വക്കീല് പറഞ്ഞു, എൻ്റെ പൊന്നു രഞ്ജിതേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നിന്റെ ആങ്ങളയുടെ പേരിലുള്ള സ്വത്ത് അത് നിന്റെ പേരിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? സുമിത്രയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് സുമിത്ര ഉറപ്പായിട്ടും പൂജയ്ക്ക് 25 വയസ്സാകുന്ന ആ ഒരു സമയം സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാൻ
രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമം നടത്തിയിരിക്കും. അത് ആ ഒരു ഡയറിയിൽ നിന്നും നിനക്കും വ്യക്തമായതാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ രഞ്ജിത പറഞ്ഞു, വക്കീൽ പറയുന്നതൊക്കെ സത്യം തന്നെയാ, പക്ഷേ ഇപ്പൊ എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു തിരുമറി ചെയ്തേ പറ്റുള്ളൂ വക്കീലെ. അതിനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയും ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞ് നമ്മുടെ സുദേവൻ വക്കീലിന് ചെവിതല കൊടുക്കാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ രഞ്ജിതയുടെ തീരുമാനങ്ങൾക്കൊപ്പം വക്കീല് സഞ്ചരിച്ചല്ലേ പറ്റുള്ളൂ. കുറെ അധികം പണം ഈ പേരും പറഞ്ഞ് വക്കീല് കൈവശത്ത് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഡിസ്കഷൻ ഒക്കെ ഇവിടെ നടത്തുമ്പോഴാണെങ്കിൽ പൂജയാണെങ്കിൽ ഇതാ സുമിത്രയുടെ അടുത്തേക്ക് വരികയാണ്. സുമിത്രയുടെ അടുത്ത് വന്നത് പൂജ പറയുക, അമ്മ എന്നോട് ക്ഷമിക്കണോട്ടോ, ഞാൻ ഒരുപാട് തെറ്റുകൾ അമ്മയോട് ചെയ്തു. അമ്മ അതൊന്നും മനസ്സിൽ വിചാരിക്കരുത്. ആ രഞ്ജിതാന്റെയും പങ്കജും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ് സത്യം എന്നൊക്കെ വിചാരിച്ചു. ഞാൻ അവരോടൊപ്പം നിന്ന് എൻ്റെ അമ്മയെ ഒറ്റപ്പെടുത്തി. അമ്മ എന്നോട് പൊറുക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുമിത്രയുടെ കാൽക്കൽ വീണ് പൂജ മാപ്പ് ചോദിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ സുമിത്ര അവളെ പതിയെ എഴുന്നേപ്പിച്ചു. എന്നിട്ട് അവളോട് പറയാണ്, മോള് വിഷമിക്കുകയൊന്നും വേണ്ട, ദേ മോളുടെ എന്ത് തെറ്റും അമ്മ ക്ഷമിക്കില്ലേ, അമ്മയോളം ക്ഷമയുള്ളത് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം സുമിത്ര ഇങ്ങനെ വലിയ കാര്യത്തിന് നമ്മുടെ പൂജയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പൂജയ്ക്കാണെങ്കിൽ വലിയ ആശ്വാസമൊക്കെ ആയി. എന്തായാലും തൻ്റെ അമ്മ തന്നെ അകറ്റി നിർത്തിയില്ലല്ലോ എന്നുള്ള ആ ഒരു ആശ്വാസത്തിലാണ് നമ്മുടെ പൂജ അവിടെ അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അപ്പുവിനോട് പൂജ സംസാരിച്ചു. അപ്പുവേട്ടാ, എൻ്റെ അമ്മ എന്നോട് എല്ലാം ക്ഷമിച്ചു, എനിക്ക് സമാധാനമായി. എന്തായാലും പൂജ നീ വിഷമിക്കുമൊന്നും വേണ്ട, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അപ്പച്ചിക്ക് ഒരിക്കലും നിന്നെ വെറുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യമൊക്കെ. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. ഇനി ഒരിക്കലും ഇതുപോലെയുള്ള ഒരു ചതിക്കൊഴിയിൽ പോയി പെടാതിരിക്കാൻ നോക്കണം. അമ്മ പറയുന്നതാണ് സത്യം, അമ്മയുടെ വാക്കുകളാണ് കേൾക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത നിനക്ക് വേണോന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഭയങ്കര ഉപദേശമൊക്കെ ഉപദേശിച്ചു. അതിനുശേഷം അവൻ അവിടെ നിന്ന് പോവാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ സരസ്വതി അമ്മ അവിടെ എത്തുന്നത് കാണിക്കുക കേട്ടോ. സരസ്വതി അമ്മ വന്ന പാടെ തന്നെ നമ്മുടെ സുമിത്രയാണെങ്കിൽ അമ്മയുടെ തലയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം അതൊന്നും പറയണ്ട മോളെ, ദേ അമ്മ ഒന്ന് തട്ടിയതാണ് എന്നും പറഞ്ഞ് സരസ്വതി അമ്മ ആ തലയിലെ കെട്ടിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. ദേ ഞാനിപ്പോ വന്നത് എന്താണെന്ന് നിനക്കറിയാവോ, എനിക്കൊരു സന്തോഷ വാർത്ത നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അമ്മ എന്തുണ്ട് അവിടെ വിശേഷം എന്നൊക്കെ സുമിത്ര ഇങ്ങനെ അന്വേഷിച്ചു. അപ്പോഴത്തേക്കിനും സരസ്വതി പറഞ്ഞു, മോളെ ഇത്രയും കാലം നീ വിഷമിച്ചിരുന്നത് ശീതളിന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണല്ലോ. ഞാനും അവിടെ ചെന്ന സമയത്തൊക്കെ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ശീതളിനെ അവനിട്ട് കഷ്ടപ്പെടുത്തുകയാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ദേ ഇപ്പൊ ഉണ്ടല്ലോ ഒരു സന്തോഷ വാർത്തയുണ്ട്. സച്ചിനൊരു വലിയ അപകടമൊക്കെ സംഭവിച്ചു. സച്ചിനൊരു വലിയ അപകടം സംഭവിച്ചെന്നോ? അമ്മ അതെങ്ങനെയാ അമ്മ ഒരു സന്തോഷമുള്ള വാർത്തയാവുന്നതെന്ന് സുമിത്ര സരസ്വതിയോട് ചോദിക്കുമ്പോൾ, മോളെ അതാണ് സന്തോഷമുള്ള കാര്യം, അമ്മ പറഞ്ഞു തരാം എന്നും പറഞ്ഞ് സരസ്വതി അമ്മയാണെങ്കിലും സുമിത്ര കാര്യങ്ങൾ പറയാണ്. അവൻ ഒരു ആക്സിഡന്റിന് ശേഷം സച്ചിനാണെങ്കിൽ ശീതളിനെ കൈവെള്ളയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. നിനക്ക് ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അപ്പൊ സുമിത്ര പറഞ്ഞു, അമ്മ ഇത് എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്, ഇതെങ്ങനെ ഇപ്പൊ വിശ്വസിക്കാൻ പറ്റുന്നത്? മോളെ നീ വിഷമിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ്, ശീതളിനെ ഒന്ന് വിളിക്കെന്ന് പറഞ്ഞു. അങ്ങനെ സരസ്വതി അമ്മയുടെ നിർദ്ദേശപ്രകാരം സുമിത്രയാണെങ്കിൽ ശീതളിനെ ഫോൺ ചെയ്യുക. അപ്പൊ ശീതളാണെങ്കിൽ അമ്മ പറയമ്മേ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ അച്ഛമ്മ ഇവിടെ വന്നു, അച്ഛമ്മ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറയുമ്പോൾ, അതെ അമ്മേ എല്ലാം സത്യം തന്നെയാ. അതെ സച്ചിൻ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, സച്ചിൻ ശരിക്കും മാറിയമ്മേ, സച്ചിൻ ഇപ്പൊ എന്നെ വലിയ ഇഷ്ടമാണ്, സച്ചിൻ ഇപ്പൊ എന്നെ ഉപദ്രവിക്കുന്നൊന്നും ഇല്ല എന്നൊക്കെ ശീതൾ ഇങ്ങനെ വലിയ കാര്യത്തിന് സുമിത്രയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ സുമിത്രയ്ക്ക് വലിയ ആശ്വാസമൊക്കെ ആയി. അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും സച്ചിൻ എത്ര പെട്ടെന്ന് ഇങ്ങനെ മാറി എന്നുള്ള കാര്യത്തിൽ സുമിത്രയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണെങ്കിലോ സച്ചിൻ ശീതളിന്റെ അടുത്ത് പറയുക, ശീതളെ എനിക്ക് അമ്മയുടെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മതേ സച്ചിൻ ഫോൺ ചോദിക്കുന്നുണ്ട്. ഞാൻ സച്ചിന്റെ കയ്യിൽ ഫോൺ കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് സുമിത്രയുടെ അടുത്ത് ഇങ്ങനെ ശീതൾ പറയുമ്പോഴത്തേക്കിനും കൊടുക്കും മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിനും സുമിത്രയും പണ്ട് അവരെങ്ങനെയാണോ സ്നേഹത്തിൽ ഉണ്ടായിരുന്നത് ആ രീതിയിലേക്ക് മാറുകയാണ്. അപ്പൊ അതാ സച്ചിൻ പറഞ്ഞു, അമ്മ ഞാൻ ഒരുപാട് തെറ്റുകൾ അമ്മയോടും അതുപോലെ തന്നെ അച്ഛമ്മയോടും ശീതളിനോടും ഒക്കെ ചെയ്തു, എന്നോട് ക്ഷമിക്കണോട്ടോ, എനിക്ക് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഇപ്പൊ ഞാൻ എൻ്റെ എല്ലാ തെറ്റുകളും ഒക്കെ തിരുത്താൻ തയ്യാറാണ്. ശീതളിനെ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുകയാണ്. ശീതളിനെ ഇനി ഒരിക്കലും കരയിക്കില്ല, അവളെ സന്തോഷമായിട്ട് തന്നെ താൻ നോക്കൂ എന്നുള്ള വാക്ക് സുമിത്രയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും സുമിത്രയുടെ മനസ്സങ്ങ് നിറഞ്ഞു. സുമിത്രയ്ക്ക് സന്തോഷം
കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുക. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ സുമിത്രയുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പം അപ്പുറം നമ്മുടെ രഞ്ജിതയും കൂട്ടരും കൂടെ എങ്ങനെയും ഇവരെയൊക്കെ ഒന്ന് പരുവപ്പെടുത്തണമല്ലോ, ഇവരുടെ സ്വത്തുക്കളൊക്കെ തങ്ങളുടെ കയ്യിൽ വരുത്തണമല്ലോ. അതിനു വേണ്ടുന്ന ഗൂഢാലോചനയൊക്കെ നടത്തുന്നത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രൊമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.